കച്ച് വർക്ക്, ഗുജറാത്തിൻ്റെ സ്വന്തം കച്ച് വർക്ക്. നമ്മളുടെ മറ്റ് എംബ്രോയിഡറീസിൽ നിന്നും ഈ ഒരു കച്ച് വർക്കിനെ സ്പെഷ്യൽ ആക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്നീക്കാണ് കേട്ടോ. യൂഷ്വലി നമ്മളിപ്പം ആരി വർക്ക് അല്ലെങ്കിൽ എന്തോ ആണെന്നുണ്ടെങ്കിലും അതിനകത്തൊക്കെ ഒരു നീഡിൽസ് യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ അത് ചെയ്യുന്നത്. പക്ഷെ ഇൻ കച്ച് വർക്ക് ഇറ്റ്സ് മോർ ലൈക്ക് ക്രോഷ്യ. അപ്പോൾ ക്രോഷ്യ നമ്മൾ ചെയ്യുന്ന പോലത്തെ ഒരു സിമിലർ ടെക്നിക്കലാണ്. അതിനകത്ത് നോട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഐഡൻറ്റിറ്റി ഇസ് ദ മിറർ വർക്ക് വിത്ത് ദാറ്റ് ആൻഡ് ദ കളേഴ്സ്. വെരി ബ്യൂട്ടിഫുൾ വൈബ്രൻറ്റ് ഷെയ്ഡ്സിലാണ് കച്ചൊക്കെ. നമ്മുടെ ഇന്ത്യൻ ക്രാഫ്റ്റ്സിനകത്ത് എപ്പോഴും വന്നിരിക്കുന്നതിനകത്ത് ആ ഒരു വൈബ്രൻസി കാണാനുണ്ട്. പക്ഷെ ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കളർ കോമ്പിനേഷൻസ് വെരി പ്രെറ്റി. ആൻഡ് നമ്മൾ ഇന്ന് ബഡ്ജറ്റ് റേഞ്ചിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കച്ച് ഇൻസ്പയർഡ് ആയിട്ട് കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറി. അപ്പോൾ ഇതിനകത്ത് മിറേഴ്സ് വന്നിട്ടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഹവ് യൂസ്ഡ് സീക്വൻസ് ഇൻ ദിസ്. സോ ഇറ്റ്സ് ലൈക്ക് ട്രഡീഷണൽ പാറ്റേണിൽ പോലെ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. വി ഹാവ് എ ബോർഡർ പാറ്റേൺ, ദെൻ ബോഡിയിൽ ഫുള്ളായിട്ട് ഡബിൾ ടോണിൽ. സോ ദിസ് വൺ ഇതിനകത്ത് ഒരു വൈറ്റ് ആൻഡ് ബേജിൻ്റെ കോമ്പിനേഷനിൽ തന്നെയാണ് ഫുള്ളായിട്ട് ആ വർക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എ കോട്ടഡ് thin corded piping and for the edge finishing and short pallu ആണ് കേട്ടോ. അത് സെമി സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാം. ലൊക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് 3599 റേഞ്ചിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കളക്ഷനാണ്. ഇറ്റ്സ് ഗോട്ട് ദ സെയിം വൈബ്രൻറ്റ് പാലറ്റ് ഓൾസോ. നമ്മളുടെ ഇന്നത്തെ കളക്ഷനിലും അതേ പാലറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബേസ് കളറ് മാറി മാറി ആ ഒരു വൈറ്റ് ആൻഡ് ബേജ് കോമ്പിനേഷൻ്റെ റെഡ് എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയാണ് വന്നിരിക്കുന്നത്. പവലും സാരിയാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഇസ് എ ബ്യൂട്ടിഫുൾ നേവി ബ്ലൂ ഷെയ്ഡ്. ടസർ ലൈക്ക് ഫിനിഷിംഗ് അതിനകത്ത് വന്നിട്ടുണ്ട്. സെമി സിൽക്ക് ആണെങ്കിലും ഒരു സെമി ടസറിൻ്റെ ഒരു ഫിനിഷിംഗ് കൊടുത്തിട്ട് വന്നിരിക്കുന്ന സാരീസാണ് കേട്ടോ. നേവി ബ്ലൂ ആൻഡ് ദെൻ വി ഹാവ് എ ചില്ലി റെഡ് കോമ്പിനേഷൻ. ചില്ലി റെഡ് ആണോ ഓറഞ്ച് റെഡ് ആണോ നോക്കാം. അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് കൺഫേം ചെയ്ത് പറയാം. This is more like ചെറിയൊരു ലൈറ്റ് ഓറഞ്ചിൻ്റെ കൂടെ ഉണ്ട് ഇതിനകത്ത്. ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. ബ്ലൗസിനകത്ത് നമ്മൾ ഈ ഒരു ബോർഡർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവ്സിൽ വയ്ക്കാനായിട്ട്. ദിസ് ഇസ് എ വൈബ്രൻറ്റ് ഷെയ്ഡ്. അപ്പോൾ ആ ഒരു ലേഡി ഇൻ റെഡ് ആ ഒരു ലുക്കിൽ നമുക്ക് ഭയങ്കര സ്റ്റൈലിഷായിട്ട് നമുക്ക് ആ ഒരു ബ്ലൗസിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു ബ്ലൗസിൻ്റെ കൂടെ ഡിസൈൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ബ്ലൗസ് മതി. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫിറ്റിംഗ്. സോ ദിസ് ഇസ് ദി റെഡ് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് യെല്ലോ കോമ്പിനേഷൻ. യെല്ലോ കുറച്ചും കൂടെ എനിക്ക് ഇതൊരു മസ്റ്റാർഡ് യെല്ലോ അല്ല, ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. കാരണം മസ്റ്റാർഡ് ഇതിൻ്റെ അകത്ത് വരത്തില്ല. ഈ കച്ചിൻ്റെ പാലറ്റിൻ്റെ അകത്ത് മസ്റ്റാർഡ് അങ്ങനെ വരത്തില്ല, കുറവാണ്. നമ്മളതിനകത്ത് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇതിനകത്ത് വരാറുള്ളത്. സോ ഇൻ എവറിഥിങ് വി ഹാവ് വൈറ്റ് PV കോട്ടൺ പൈപ്പിംഗ്. ഞാനിത് ജസ്റ്റ് വേറെ ഡിഫറൻസ് ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഒരു കളേഴ്സിൻ്റെ ലുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടല്ല ഓപ്പൺ ചെയ്ത് കാണിക്കുവാണ്. ആൻഡ് ദെൻ വി ഹാവ് ഒരു മെറൂണിൻ്റെ അകത്തൊരു പിങ്ക് ചേർന്നിട്ടില്ല. അപ്പോൾ കുങ്കുമം പോലത്തെ ഒരു ടോണിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സീക്വൻസ് വന്നിരിക്കുന്നത് സ്റ്റിക്കിംഗ് വർക്കാണ് കേട്ടോ. ബാക്കി ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് എംബ്രോയിഡേർഡ് ആയിട്ട് വന്നിരിക്കുന്നത്. This is the next combination. You can even pair this kind of a shade. ബ്ലൗസിന് ഈ ഒരു ടോൺ വൈറ്റിഷ് ടോൺ കൊടുത്തിട്ട് സെയിം വൈറ്റ് ആയിരിക്കണം. പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംപ്ലർ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ എന്താ പറയുക അതിനെ ന്യൂട്രലൈസ് ചെയ്യാം എന്നുള്ള ഒരു ലുക്കിനകത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇസ് എ പീകോക്ക് ഗ്രീൻ ഷെയ്ഡ്. ഇറ്റ്സ് എ കളർ ലൈക്ക് ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു പീകോക്ക് ഗ്രീൻ. Tends to attract us a little bit. അതാണ്. This is the peacock green shade. RP എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. RPയുടെ കോഡ് വരുന്നത് നോക്കിയിട്ട് കാണുന്നില്ല. കോഡ് വന്നിരിക്കുന്നത് 429 ആണ്. 3599 റേഞ്ചിൽ വന്നിരിക്കുന്നത് സെമി ടസർ ഫിനിഷിങ്ങിൽ കച്ച് ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ.
ഏതൊരു സെലിബ്രിറ്റി വെഡിങ് എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊക്കെ നമുക്കൊരു ഗസ്റ്റ് ലിസ്റ്റിനകത്ത് വരുന്ന ആ ഒരു സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു സീ റിയലി ബ്യൂട്ടിഫുൾ കളക്ഷൻ ഓഫ് ഷിമ്മർ സാരീസ്, അല്ലെങ്കിൽ ആ ഒരു ഗ്ലോസി ലുക്കിൽ വരുന്ന സാരീസ്, ഡിസൈനർ സാരീസിനകത്ത് നമുക്ക് ഒരു സിംഗിൾ ടോൺ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ്, യു ക്യാൻ സീ ദം റോക്കിംഗ് ദാറ്റ് ലുക്ക് അല്ലേ. അപ്പോൾ ആ ഒരു ലുക്കിൽ നമുക്ക് സ്റ്റൈൽ ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന വിതൗട്ട് സ്പെൻഡിങ് സോ മച്ച് മണി. ഇത് ആക്ച്വലി നമുക്ക് എക്സ്പെൻസീവ് റേഞ്ചിൽ തന്നെ വരുന്ന സാരീസാണ്. പക്ഷേ ഇത് ആക്ച്വലി നമ്മളൊരു ബൊട്ടീക്കിലൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് മച്ച് മോർ ദാൻ ദിസ്. ട്രസ്റ്റ് മീ, യു ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് മോർ മണി ദാൻ ദിസ്. 899 റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ഡിസൈനർ സാരീസ് വിച്ച് യു ക്യാൻ ആക്ച്വലി വെയർ ഇറ്റ് ഫോർ എ നമുക്കിത് നമ്മൾ ഒബ്വിയസ്ലി ഔട്ട്ഫിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും യു ഷുഡൻറ്റ് ഫീൽ ലൈക്ക് ദിസ് ഇസ് വെരി ഓൾഡ് ട്രെൻഡ് എന്ന് തോന്നുന്ന ടൈപ്പിലുള്ള സാരീസ് ഒന്നുമല്ല. നമുക്ക് എപ്പോഴും നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മേ ബി പെയർ വിത്ത് ഡിഫറെൻറ്റ് ബ്ലൗസ് ഓർ അപ്പം നമുക്ക് ആ ഒരു സമയത്ത് ഇപ്പം എന്ത് ട്രെൻഡാണ് പുതിയത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ബെൽറ്റഡ് ലുക്സ് പോലത്തെ പാറ്റേൺസ് പറ്റും, ജാക്കറ്റ് പാറ്റേൺസിലുള്ള ബ്ലേസേഴ്സിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നത്, മേ ബി ഒരു ബ്യൂട്ടിഫുൾ ബനാറസി ജാക്കറ്റ് ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദീസ് ആർ പ്രീവിയസ് ട്രെൻഡ്സ്. അതിൻ്റെ ആ ഒരു ജാക്കറ്റ് ലെങ്സിനകത്തൊക്കെ ഡിഫറൻസസ് വന്നിട്ട് അഗൈൻ നമുക്ക് പെയർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സാരീസാണ്. സോ ലെറ്റ്സ് സീ ദ സാരീസ്. ISP 121 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാബ്രിക് ബേസിക്കലി ഒരു ഓർഗൻസ, നൈലോൺ ഓർഗൻസയുടെ ടെക്സ്ചറാണ്. പക്ഷേ ഇതിനകത്ത് അതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ഗ്ലോസി ഫോയിൽ പ്രിൻറ്റഡ് ലുക്കും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ റോങ് സൈഡ് വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിലാണ് ചെയ്തേക്കുന്നത് വിത്ത് പോയിന്റ് എംബ്രോയിഡറി ആൻഡ് വാട്ടർ ഗോൾഡ് സീക്വൻസ്. അതിങ്ങനെ ഒരു ഇറഗുലർ ആയിട്ടുള്ള രീതിയിൽ അതിങ്ങനെ എൻഡ് ചെയ്യുകയാണ്. ബോഡിയിൽ വന്നിട്ട് ജേർക്കൺ സ്റ്റോൺസും സീക്വൻസിൻ്റെ ഒരു സ്കാറ്ററാണ്. സ്റ്റിക്കിംഗ് വർക്കിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ബോർഡർ വർക്കുമാണ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു വളരെ തിന്നായിട്ടുള്ള 2 ലൈൻ ഒരു കട്ട് ബീറ്റ്സിൻ്റെ ലൈൻ കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ആ ഒരു ഡെഫിനിഷൻ കൊടുക്കും കേട്ടോ. ഈ ഒരു സാരിക്ക് ആ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ ദിസ് ഹെൽപ്സ് എ ലോട്ട്. വിത്ത് കോട്ടൺ പൈപ്പിംഗ് ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ സാരിയിൽ ഈ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക് ആൻഡ് ഇറ്റ്സ് എ ഗോൾഡൻ ഷെയ്ഡ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് നമുക്കൊന്ന് നോക്കാം. ബ്ലൗസ് വരുന്നത് ബാക്ക് ഫുള്ളായിട്ട് ഒരു പാനൽ വരുന്നുണ്ട്. ആൻഡ് ദെൻ അതിനകത്ത് സ്റ്റിക്കിംഗ് വർക്ക് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ആൻഡ് സ്ലീവിനായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോ സിംഗിൾ പാനൽ വർക്ക്ഡായിട്ട് വന്നിട്ടുണ്ട് വിത്ത് സ്ലീവ്സ്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ഈവൻ മേക്ക് ഇറ്റ് ഇൻ ടു ഫ്രണ്ട്. പക്ഷെ നെക്ക് കുറച്ച് ഡെപ്ത് വരുന്നുണ്ടാവും. യു ഹാവ് ടു മേക്ക് സർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതിന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് കളർ. ദാറ്റ് വാസ് എ ഗോൾഡൻ ഷെയ്ഡ്. ഇറ്റ്സ് പ്യുവർലി ഗോൾഡൻ. അതിനകത്ത് വേറെ ടിൻറ്റ് വന്നിട്ടില്ല. ആൻഡ് ദെൻ ഇതിൻ്റെ കളേഴ്സ് ഇതാണ് കേട്ടോ. സോ വി ഹാവ് എ ബ്യൂട്ടിഫുൾ സിൽവറി ഗ്രേ ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് അതിന് സിൽവറി അല്ല, ഗോൾഡൻ ഗ്രേ ഷെയ്ഡാണ്. ആൻഡ് ഓഫ് വൈറ്റ് ഗോൾഡ് ആൻഡ് ദെൻ പീച്ച് സ്റ്റോൺ. ഇത്രയും കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി ഫുള്ളായിട്ട് ഈ ഒരു സർക്കുലർ പാറ്റേൺസ് സ്കാറ്റേഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളൊരു സ്റ്റിക്കിനെസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്കിൽ ഈ ഒരു സ്റ്റിക്കിനെസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു റേഞ്ചിൽ ഇത്രയും ഭംഗിയുള്ള ഒരു സാരി കൊണ്ടുവരാൻ പറ്റുന്നത്. സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള പോയിന്റ് എംബ്രോയിഡറി വിത്ത് വാട്ടർ ഗോൾഡ് സീക്വൻസ്. ഈ ഒരു പോർഷൻ്റെ അകത്ത് ഫുള്ള് ത്രെഡ് ആൻഡ് വർക്ക് വാട്ടർ ഗോൾഡ് സീക്വൻസിൻ്റെ ഇതുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ. വെൻ യു മൂവ് അറൗണ്ട് യു കെൻ സീ ദ ലൈറ്റ്. ആ ഒരു ഗ്ലോസ് നമുക്കറിയാലോ, ആ ഒരു എഫക്റ്റ് നന്നായിട്ട് വരുന്നുണ്ട്. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ഷെയ്ഡ്. ആൻഡ് നെക്സ്റ്റ് ബോത്ത് സാരീസ് ഒരു ബ്രൈഡൽ ലുക്കിനും ആക്ച്വലി ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡ്. ദിസ് ഇസ് ദി ലുക്ക്. ജേർക്കൺ സ്റ്റോൺസും സ്കാറ്റർ. ബാക്കി വർക്ക് ഡീറ്റെയിൽ എല്ലാം സെയിം തന്നെയാണ്. ഇറഗുലർ എൻഡിങ് വന്നിട്ടുള്ള പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിൽ. ആൻഡ് ദെൻ ഒരു മോബി പീച്ചി അങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ ഷെയ്ഡാണ്. എക്സാക്ട്ലി ആ ഒരു പീച്ച് ടോൺ അല്ല, ചെറിയൊരു ടിൻറ്റ് ഓഫ് മോവും കൂടിയൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്.
ആ ഒരു കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഒരു ഗ്ലോസ് മാറുമ്പോഴത്തേക്കാണ്, ആ ഒരു ഗോൾഡൻ ഗ്ലോസിനകത്ത് മാറി വരുമ്പോഴത്തേക്ക് ആ ഒരു കളറിനകത്ത് നമുക്കിങ്ങനെ വേരിയേഷൻസ് തോന്നുകയും ചെയ്യും. എല്ലാ ഷെയ്ഡ്സും അങ്ങനെ തന്നെയാണ്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. അപ്പം ഇതിനകത്ത് ഞാൻ കാണിച്ചപ്പോഴൊക്കെ ഇത് തിൻ ഫാബ്രിക് ആയതുകൊണ്ട് യു സീ ദി ലോ കളർ ഓൾസോ. ഉള്ള പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ കളർ കിട്ടുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നുണ്ടാവും കേട്ടോ. മാക്സിമം ക്ലോസസ്റ്റ് പോസിബിൾ. പിക്ചേഴ്സിനകത്താണെങ്കിൽ നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഉള്ള ഒരു വേരിയേഷൻ, നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റോർ പോകുകയാണെന്നുണ്ടെങ്കിലും ഡെയിലി കാണുമ്പോഴും ഇൻസ്റ്റോർ വരുന്ന ലൈറ്റിങ്ങിൽ തമ്മിലുള്ള വേരിയേഷൻ പോലെ അതുപോലെ നമുക്ക് ഫോട്ടോസിനകത്ത് ചിലപ്പോഴൊക്കെ വേരിയേഷൻസ് വരും കേട്ടോ. ദിസ് ഇസ് ദി ലാസ്റ്റ് ഷെയ്ഡ്. ഡിസൈനർ സാരീസ് ആൻഡ് റിയലി ഗുഡ് പാർട്ടി വെയർ ലുക്സ്. ISP 121, priced at 899. അഫോർഡബിൾ റേഞ്ചിൽ വന്നിരിക്കുന്ന ടസർ ബനാറസി സാരീസ്. ക്വൈറ്റ് യുണീക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസും കളർ, അതിൻ്റെ ഒരു കളർ പാലറ്റ് ആണ്. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഫസ്റ്റ് ഞാൻ അതിനകത്ത് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ആ ഒരു പീസ്, ദ കളർ. നമ്മൾ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 5 സാരീസ് നമുക്ക് കാണിച്ചു തരാം. ബനാറസി പാറ്റേൺ ആണ്. എൻ്റെ പല്ലു ഷോർട്ട് ബനാറസി ആയിട്ട് ത്രെഡ് വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പവലും സാരിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരാൻ വന്നിരിക്കുന്നത്. ടസറ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്നു. നല്ല ഇതായിട്ട് ടസർ നല്ല സുഖമാണ്. ടസർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. കളേഴ്സും ടസർ ആയതുകൊണ്ട് തന്നെ ഒരു മെറ്റാലിക് ഭംഗി വരുന്നുണ്ട്. ആൻഡ് അതാണ് എൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ഫുൾ ബ്രൊക്കേറ്റ് ലുക്കിൽ വന്നിട്ടുള്ള, അതും സ്ട്രൈപ്പാണ്. ഇതൊക്കെ തച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ക്ലാസ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ലുക്ക് ഇസ് ഗോയിങ് ടു ബി അമേസിങ്. 5699. ഇറ്റ്സ് എൻ അമേസിങ് സാരി. സോ ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ആൻഡ് ഇതിൻ്റെ വേരിയേഷൻസ് ആയിട്ട് വി ഹാവ് ദിസ് ആൻഡ് ഫ്യൂ കളേഴ്സിലാണ് വന്നിട്ടുണ്ട്. നല്ല കളറുകളാണ്. കളറുകൾ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. സോ അതിൻ്റെ ബോഡിയിൽ വന്നിരിക്കുന്ന ആ ഒരു പാറ്റേൺ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഒരു പെറ്റലിൻ്റെ ഒക്കെ ആ ഒരു ലുക്കൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബേസ് കളർ ആ ഒരു കുങ്കുമത്തിൻ്റെ പിങ്ക് ചേർന്നിട്ടുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. ആൻഡ് അതിനകത്ത് തിൻ ബോർഡർ പാറ്റേൺ വന്നിട്ടുണ്ട്. ഈ ബോർഡറിൻ്റെ ഒരു വേരിയേഷൻ പോലെ തന്നെയാണ് അതിനകത്ത് നമുക്ക് ആ ഒരു ബ്ലൗസ് ഫുള്ളായിട്ട് വന്നിരിക്കുന്ന പാറ്റേൺസും ബ്യൂട്ടിഫുൾ ട്രഡീഷണൽ മോട്ടീവ് വിത്ത് ബ്യൂട്ടിഫുൾ പെറ്റൽ. ആ ഒരു ഫ്ലോറൽസ് ഒക്കെ ഭയങ്കര രസമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് കളേഴ്സ് ലൈക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ലുക്കാണ് അതിനകത്ത് വരുന്നത്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഈ സെയിം ലുക്കിൽ തന്നെ നമുക്ക് വന്നിരിക്കുന്ന നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് ദിസ് വൺ വിത്ത് മറൂൺ സറിയല്ല ത്രെഡ് വോവൻ ആയിട്ട് വന്നിരിക്കുന്ന ബോർഡർ ആൻഡ് പാറ്റേൺസ്. ആൻഡ് ദിസ് ഇസ് ദി കളർ. ആ ഒരു ഒലിവിൻ്റെയും മെഹന്തിയുടെയും ഒക്കെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു കൂടിയ മറൂണും കൂടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ഭംഗിയായിരുന്നത്. ഈ സാരീസൊക്കെ നമുക്ക് ഒക്കേഷണൽ വെയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട്. ആൻഡ് ദിസ് പ്രൈസ് റേഞ്ച് ഇസ് ആക്ച്വലി ഗോൾഡ്. നല്ല ഭംഗിയുള്ള സാരി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതും ടസർ വിത്ത് ബനാറസി ലുക്ക്. ഇറ്റ്സ് എ വെരി ഗുഡ് ഡീൽ ഐ വുഡ് സേ. So the next one has got the traditional Banarasi jal pattern. നല്ല രസമുള്ള ഒരു ചിക്കു ഷെയ്ഡാണ്. പക്ഷെ അതൊരു മെറ്റാലിക് ചിക്കു ടോൺ വരുന്നുണ്ട് അതിനകത്ത്. സെയിം പ്രൈസ് റേഞ്ചാണ് കേട്ടോ. 5699 റേഞ്ചിൽ തന്നെ വന്നിരിക്കുന്ന 5/204 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് വീവിങ് പാറ്റേൺ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് എ കോംപ്ലിമെന്ററി കളർ. ഇറ്റ്സ് നോട്ട് ലൈക്ക് കോൺട്രാസ്റ്റ്. സോ ദ ഷെയ്ഡ് ഇസ് ലൈക്ക് സിമിലർ ടോൺ. പക്ഷെ അതിനകത്ത് ആ ഒരു ഡാർക്കർ ആൻഡ് ലൈറ്റ് ടോണിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ്. ദിസ് ഇസ് എ വെരി ട്രഡീഷണൽ ബനാറസ്. പക്ഷെ ടസേഴ്സിനകത്ത് നമ്മൾ കാണുന്ന ഒരു പാറ്റേണിൽ ഇങ്ങനെ അധികമായിട്ട് നമ്മളിത് കാണുന്നില്ല. ഇറ്റ്സ് നോട്ട് ടു അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓവർ ഡൺ ഇൻ ടസേഴ്സ്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക് ആൻഡ് സെയിം പാറ്റേൺ. ഞാൻ എൻ്റെ ബ്ലൗസ് കാണിച്ചാൽ നെക്സ്റ്റ് ഉണ്ടാത്ത കാണാട്ടോ. സെയിം ബ്ലൗസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക് ആൻഡ് this is a beautiful ഒരു magenta shade, dark magenta shade and full Banarasi pattern വന്നിരിക്കുന്ന പല്ലു, ഷോർട്ട് ബനാറസി പല്ലു. അത് സെയിം തന്നെയാണ്, ഡീറ്റെയിൽ തന്നെയാണ്. അത് കുഞ്ഞു കുഞ്ഞ് പേസ്ലിയും അല്ല, ഇറ്റ്സ് ലൈക്ക് എ ബെൻറ്റ് ഗോബി പാറ്റേൺ. ആൻഡ് അത് ഫുള്ളായിട്ട് ബ്ലൗസ് റോക്കറ്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. വരുന്നത് അതാണ്. ഇത് ഭയങ്കര ഒരു എന്താ പാറ്റേൺ ഒക്കെ വളരെ സട്ടിലായിട്ടാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഐ തിങ്ക് ദ ലാസ്റ്റ് വൺ ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ്.
ഗ്രീൻ ഷെയ്ഡ്, ഇതൊരു ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്. ഡയമണ്ട് പാറ്റേൺ വീവിംഗ് ഡിസൈൻ വിത്ത് ഫ്ലോറൽസ്. അപ്പോൾ ആ ലൈൻസ് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഫ്ലോറൽ ലുക്കിലാണ് വന്നിരിക്കുന്നത്. പല്ലു ആൻഡ് സെയിം വർക്ക് ഫോർ ദി ബ്ലൗസ് ആസ് വെൽ. കോമ്പിനേഷൻസ് ഒക്കെ അടിപൊളിയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. നല്ല ഭംഗിയാണ്. ഡാർക്ക് മെറൂൺ ഷെയ്ഡ്, വൈൻ മെറൂൺ ഷെയ്ഡാണ് അതിനകത്ത് വീവിംഗ് പാറ്റേണിന് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടസ സാരീസ് അവൈലബിൾ ആണ് ചെയ്തിരിക്കുന്നത്. 5699 റേഞ്ചിൽ വന്നിരിക്കുന്നത് ബനാറസി വീവിംഗ് മോട്ടോസോടുകൂടി.